നമസ്കാരം. സദ്ഗമയ ടി വി പവർഡ് ബൈ KHNAയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മിനി പവിത്രൻ, ന്യൂജേഴ്സിയിൽ നിന്ന്. ദേവകീ നന്ദന യാദവ ബാല, ദേവകീ നന്ദന യാദവ ബാല, കാർമുകിൽ വർണ്ണ കർണകുണ്ടലധാരി, കാർമുകിൽ വർണ്ണ കർണകുണ്ടലധാരി. ദേവകീ നന്ദന യാദവ ബാല, കാർമുകിൽ വർണ്ണ കർണകുണ്ടലധാരി, ഗിരിധര കേശവ ഗോകുലപാല, गिरिधर केशव गोकुलपाल, രാധികാ നാഥ ചിന്മയ രൂപ, राधिका नाथा चिन्मय रूप. गिरिधर केशव गोकुलपाल, राधिका नाथ चिन्मय रूप, देवकी नंदन यादव बाल, कार्मुकिल वर्ण कर्णकुंडलधारी, गिरिधर केशव गोकुलपाल, राधिका नाथ चिन्मय रूप. सा सुंदर रूपा, सा सा सुंदर रूपा, रे 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 रुक्मिणी लोला, रे 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 रुक्मिणी लोला, गा गा गान विलोला, गा गा गान विलोला, मा 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 मोहन कृष्ण, मामा मामा मोहन कृष्ण, पा पा पार्थ सारथी, पा पा पार्थ सारथी, धा 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 धर्म रक्षका, धा 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 धर्म रक्षका, नी नी नित्य निर्मला, नी नी नित्य निर्मला, सा 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 सत्य रक्षका, सा 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 सत्य रक्षका. देवकी नंदन यादव बाल, कार्मुकिल वर्ण कर्णकुंडलधारी, गिरिधर केशव गोकुलपाल, राधिका नाथ चिन्मय रूपा, सा सा सुंदर रूपा, रे 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 रुक्मिणी लोला, गा गा गान विलोला, मा 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 मोहन कृष्ण, पा पा पार्थ सारथी, धा 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 धर्म रक्षका, नी नी नित्य निर्मला, सा 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 सत्य रक्षका. देवकी नंदन यादव बाल, कार्मुकिल वर्ण कर्णकुंडलधारी, गिरिधर केशव गोकुलपाल, राधिका नाथ चिन्मय रूपा, राधिका नाथ चिन्मय रूपा, राधिका नाथ चिन्मय रूपा. നമസ്കാരം. KHNAയുടെ ഔദ്യോഗിക ചാനലായ സദ്ഗമയുടെ എല്ലാ പ്രേക്ഷകർക്കും സാദര പ്രണാമം.
ഓണം ആഗതമായിരിക്കുകയാണ്. ഓണം നമ്മളുടെ കേരളീയരുടെയും മലയാളികളുടെയൊക്കെ ഒരു വികാരമാണ്. നമ്മളെല്ലാവരും വളരെ ആഘോഷത്തോടു കൂടി വളരെ താല്പര്യത്തോടു കൂടി ആഘോഷിക്കുന്നതാണ്, ഒത്തുചേരുന്നതാണ് ഓണം. അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം ഓണം എടുക്കുമ്പോഴും വാട്സപ്പിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ നമ്മൾ കേൾക്കാവുന്ന അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്ന വലിയ ചില ചർച്ചകളുണ്ട്. നന്മ ചെയ്ത മഹാബലിയെ, അല്ലെങ്കിൽ വളരെ നന്മയുടെ പ്രതീകമായ, നീതിയുടെ പ്രതീകമായ മഹാബലിയെ വാമനൻ എന്തിനാണ് ചവിട്ടിത്താരിയത്, ഞങ്ങൾ മഹാബലിക്കൊപ്പം, ഞങ്ങൾ വാമനൊപ്പമല്ല എന്നൊക്കെയുള്ള അവകാശവാദങ്ങളും അതുപോലത്തെ ട്രോളുകളൊക്കെ നമ്മളെ കാത്തിരിക്കുക. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് നീതിമാനായ മഹാബലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തി? ന്യായമായ ഒരു കാര്യമാണോ ചെയ്തത്? ആ ന്യായത്തെ നമ്മൾ മഹാബലിയാണോ വാമനൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും അതിലൊരു വലിയ തത്വം ഒളിച്ചിരിക്കുന്നുണ്ട്. ഭാരതത്തെ സംബന്ധിച്ച് ഭാരതം ഫിലോസഫിയെ ഒളിപ്പിച്ചു വെക്കാറുള്ളത് കഥകളായിട്ടും അതേപോലെ പദ്ധതികളായിട്ടാണ്, ആചരണങ്ങളുമായിട്ടാണ്. ആ ആചരണങ്ങളിൽ നിന്നും പദ്ധതിയിൽ നിന്നും നമ്മൾ ആ തത്വത്തെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. മഹാബലി വളരെ നീതിമാനായിരുന്നു. തീർച്ചയായിട്ടും നമ്മളെല്ലാവരുടെ ഉള്ളിലും നീതിമാനായ ഒരു മഹാബലി എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഈ നീതിമാനായ മഹാബലിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു, ഒരു തെറ്റുണ്ടായിരുന്നു. അത് ഞാൻ എന്നുള്ള അഹങ്കാരമായിരുന്നു. ഞാൻ കൊടുക്കുന്നു, ഞാൻ ചെയ്യുന്നു, ഞാൻ ദാനം കൊടുക്കുന്നു. അവിടെ വാമനോട് ചോദിക്കുന്നു, നിനക്ക് എന്താണ് വേണ്ടത്, എന്ത് ചോദിച്ചാലും ഞാൻ തരാം എന്ന് പറയുന്ന ഒരു അഹങ്കാരം. നമ്മളെല്ലാവരും എത്ര നീതിമാനാണെങ്കിൽ പോലും നമ്മളെ ഉള്ളിലുള്ള അഹങ്കാരം നമ്മളുടെ നാശത്തിന് കാരണമാവും. ആ മഹാരാജാവായ മഹത്തായിട്ടുള്ള ഏറ്റവും വലുതായിട്ടുള്ള അഹങ്കാരത്തെയാണ് വാമനൻ എന്ന് പറയുന്നത് ഏറ്റവും ചെറുതാണ്. ആ ചെറിയ ഈശ്വര ചൈതന്യം കൊണ്ട്, ആ ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിൽ വരുന്ന സമയത്ത് നമ്മളുടെ അഹങ്കാരം ഇല്ലാതാവുന്നു. 3 അടി മണ്ണാണ് ചോദിക്കുന്നത്. ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഈ 3 കാര്യങ്ങളാണ്. ഞാൻ, എന്റേത്, എനിക്കുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഒന്നുകിൽ ഞാനായിരിക്കും, അല്ലെങ്കിൽ എനിക്കുള്ളത് ആയിരിക്കും, അല്ലെങ്കിൽ എന്റേത് ആയിരിക്കും. എല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഈ 3 അടികളിലാണ്. ഈ 3 എണ്ണം കഴിഞ്ഞാൽ അതിനപ്പുറത്ത് ഈശ്വരനാണ്. ഈശ്വരനിൽ നിന്നും എന്നെ വേർതിരിക്കുന്നത് എന്നിലുള്ള ഈ 3 ചിന്തകളാണ്. ഈ 3 ചിന്തകളെ അളന്ന് മാറ്റുന്ന സമയത്ത് ഞാൻ ഈശ്വരനായിത്തീരും. അവിടെ മഹാബലിയെ വാമനൻ ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്യുന്നത്. തന്ത്രത്തിലെ ഏറ്റവും ഉയർന്ന ദീക്ഷയായ ശാംഭവി എന്ന ഗുരുനാഥൻ ശിഷ്യന്റെ മൂർധാവില് കാല് വെച്ച് തന്നോളം ശിഷ്യനെ ഉയർത്തുന്ന, തനിക്ക് ഒപ്പമാക്കുന്ന, തനിക്ക് സമമാക്കുന്ന ദീക്ഷയാണ് നൽകുന്നത്. അവിടെ മഹാവിഷ്ണു തന്നെയാണ് മഹാബലിക്ക് കാവലായിരിക്കുന്നത്. അവിടെ നമ്മൾക്കെല്ലാവർക്കും മഹാബലി ആയ നമ്മൾക്കെല്ലാവർക്കും അഹങ്കാരം ഇല്ലാതാവുമ്പോൾ ഈശ്വരനായി തീരാൻ സാധിക്കും. അല്ല, ആ ഈശ്വരത്വം നമ്മുടെ ഉള്ളിൽ വന്നിട്ടില്ലെങ്കിൽ മഹാബലി തീർച്ചയായിട്ടും പാതാളത്തിലേക്ക് പോകും. അഹങ്കാരമുള്ളവര്, അല്ലെങ്കിൽ ആ അഹങ്കാരമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നാണ് ഓണം നമ്മൾക്ക് തരുന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ ഓണം സമൃദ്ധിയുടേതാണ്. ആ സമൃദ്ധി ഈശ്വരീയമാണ്. ഞാൻ ഈശ്വരനാണ്, അല്ലെങ്കിൽ എല്ലാം എനിക്ക് ലഭിച്ചത് ഈശ്വരന്റെ അഗൈതവമായ അനുഗ്രഹം കൊണ്ടാണ് എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്ന സമയത്ത്, എന്റെ പ്രയത്നം കൊണ്ട് മാത്രമല്ല, ഈ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട്, കൃപ കൊണ്ടാണ് ഈ ഭൂമിയിൽ എനിക്കെല്ലാം സാധ്യമാകുന്നത്, എല്ലാം ലഭിച്ചത് എന്ന ചിന്ത നമ്മളിൽ വരുമ്പോഴാണ് നമ്മുടെ ജീവിതം സമൃദ്ധമാവുന്നത്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ ഓണം നമ്മൾക്ക് അങ്ങനെ ആഘോഷിക്കാൻ സാധിക്കട്ടെ. ഓരോ സമൃദ്ധിയും ഐശ്വര്യവും നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് ആവർത്തിക്കാൻ സാധിക്കട്ടെ. ഇതെല്ലാം ഈശ്വരന്റെ അപാരമായ കൃപ കൊണ്ടാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് എന്റേതല്ല, ആ ഈശ്വരന്റെ അനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ചതാണ്. ഈശ്വരനാണ് എന്റെ ഏറ്റവും എന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം എന്നുള്ള ബോധത്തോടു കൂടിയാവട്ടെ ഈ ഓണം നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. നന്ദി, നമസ്കാരം. KHN നടത്തിയ ഒരു ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ് ആണ് ബെനിഫിറ്റ്സ് ഓഫ് മർമ്മ ചികിത്സ എന്ന ഇൻഫോർമേറ്റീവ് സെഷൻ. ഇതിന്റെ സ്പീക്കർ ഡോക്ടർ അരുൺ കൃഷ്ണൻ PR, ചീഫ് ഫിസിഷ്യൻ, നവയോഗ ചികിത്സാ കേന്ദ്രം, തൊട്ടക്കാടായിരുന്നു. കാലിക്കറ്റിൽ നിന്നും അജന്ത മനോജും RT ഗ്രൂപ്പുമായിരുന്നു. എല്ലാവരെയും വെൽക്കം ചെയ്തത് അക്ഷയ അനൂപാണ്.
ഈ ചക്രങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യം അത് തന്നെയാണ്. ചക്രങ്ങളൊക്കെ ഈ എനർജി ചാനൽസിന്റെ ജംഗ്ഷൻ പോയിന്റ്സ് ആണ് ചക്രങ്ങളെല്ലാം മേജർ. അപ്പൊ അതിലൊക്കെ ഇപ്പൊ ഡോക്ടർ പെരി അംബിലിക്കൽ മാനിപ്പുലേഷൻസ് ഒക്കെ പറഞ്ഞല്ലോ. സ്വാധിഷ്ഠാനത്തെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് അത് ചെയ്യുന്നത്. അപ്പൊ സ്വാധിഷ്ഠാനം ശരിക്കും നമ്മുടെ ഇവാക്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചക്രമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഫുള്ളി എനർജി മാനിപ്പുലേഷൻ ആണ് ശരിക്കും അവർ ചെയ്യുന്നത് മർമ്മയില്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ബട്ട് നമ്മളൊരു 2 or 3 ഞാൻ 15 പേഷ്യൻസിനെ ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് ആക്ച്വലി എന്നിൽ എനിക്കൊരു ടയർഡ്നെസ് തോന്നിയില്ല. പക്ഷെ എന്നെ കാണുന്നവർ പറയുന്നത് ഞാൻ എത്രയോ ദിവസം ഉറങ്ങാതിരുന്ന പോലെ. കാരണം നമ്മുടെ കണ്ണൊക്കെ കുഴിഞ്ഞ് നമ്മുടെ ഡോക്ടർ ഇപ്പൊ പറഞ്ഞ എനർജി ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ബോഡിയിൽ നിന്ന് ആ എനർജി അങ്ങോട്ട് പോകുന്നത് നമ്മൾ അറിയത്തു പോലുമില്ല. ജന്മാഷ്ടമി ഹിന്ദു മതത്തിൽ പ്രത്യേകിച്ചും ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ്. ഈ ദിവസം ഞങ്ങൾ ശ്രീകൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കുന്നു. ഭഗവാൻ വിഷ്ണുവിന്റെ 9ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ അനേക ഹിന്ദു സംഘടനകൾ ആട്ടും പാട്ടുമൊക്കെയായി ജന്മാഷ്ടമി ആഘോഷിച്ചു. ചിരിതൂതി കളിയാടി വാവാ കണ്ണാ എൻ ഗുരുവായൂരമ്പാടി കണ്ണാ വാവാ. ശ്രീകൃഷ്ണ ജയന്തി അനുബന്ധിച്ച് ന്യൂജേഴ്സിയിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടന്നു. ഗുരുവായൂരപ്പന് വേണ്ടി ഈ കൊടിമരം ഉണ്ടാക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഓഗസ്റ്റ് 24 പ്രശസ്ത ബോർഡ് സർട്ടിഫൈഡ് സർജനും 6 പുസ്തകങ്ങളും അനേക ജേർണൽ ആർട്ടിക്കിൾസും എഴുതിയ ഡോക്ടർ വെങ്കട്ട് എസ് അയ്യർ MD FACSനെ നമ്മുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അദ്ദേഹം 4 B's ബാലൻസ് ലൈഫ് വിത്ത് ബ്രെയിൻ, ബോഡി ആൻഡ് ബിഹേവിയർ എന്ന വിഷയത്തിൽ KHNA കുടുംബങ്ങൾക്ക് വേണ്ടി പ്രഭാഷണം നടത്തി. ഡോക്ടർ അയ്യർ അവരുടെ അവതരണത്തിൽ പെരുമാറ്റങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താമെന്ന് കുറിപ്പുകൾ പങ്കുവച്ചു. Some of my books, and they are also described in detail in my website, which is venkataiyer.com, and you have all the links. And I just show you those books, and I'm not going to describe. They are available on Amazon in case you need to look it up further. ഡോക്ടർ അയ്യരുടെ അവതരണം ആരോഗ്യത്തിനും ജീവിതത്തിനും മെച്ചപ്പെടുത്താനുള്ള ഒരു മുഖ്യതമായ സഹായമായി. ഈ പരിപാടിയുടെ കോർഡിനേറ്റേഴ്സ് KHNAയുടെ വൈസ് പ്രസിഡന്റ് സുരേഷ് നായരും KHNA DB അംഗം ജയപ്രകാശ് നായരും പ്രോഗ്രാം ഡയറക്ടേഴ്സ് രമണി പിള്ളൈ ആൻഡ് രാധാമണി നായരുമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മഞ്ജുനാഥ് വിജയ്, സർവശ്രീ ജയവിജയന്മാരിൽ ശ്രീ വിജയന്റെ മകനാണ്. ഈ വർഷത്തെ പൊന്നോണം KHNA കൊണ്ടാടുകയാണ്. അവിടെ കൂടുന്ന എല്ലാ മിത്രങ്ങൾക്കും എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണ ആശംസകൾ അറിയിക്കുന്നു. ഹാപ്പി ഓണം ടു ഓൾ. താങ്ക് യു. എല്ലാ KHNA കുടുംബാംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ നന്ദകുമാർ ചക്കിങ്കൽ, KHNAയുടെ ട്രസ്റ്റി ബോർഡ് അംഗമാണ്. ഹൃദയത്തിൽ ഉത്സവമേളം കുറിച്ച് വീണ്ടും ഒരു പൊന്നോണം വരവായി. എല്ലാ KHNA കുടുംബാംഗങ്ങൾക്കും എന്റെയും KHNAയുടെയും പൊന്നോണ ആശംസകൾ. നമസ്തേ, ഞാൻ കലാമണ്ഡലം ശിവദാസ്, കേരളത്തിലെ പ്രസിദ്ധ മേളപ്രമാണിയും ചെണ്ടവാദകനുമാണ്. US പ്രസിദ്ധിയാർജിച്ച കാർഡിയോളജിസ്റ്റും ചാരിറ്റി പ്രവർത്തകയും കേരള ഹിന്ദു നോർത്ത് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റുമായ ഡോക്ടർ നിഷാപിള്ള പ്രതിനിധാനം ചെയ്യുന്ന KHNAയുടെ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അർപ്പിക്കുന്നു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകൾ എല്ലാവർക്കും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ KHNAയുടെ സദ്ഗമയ TVക്കും
എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. KHNA നോ ദ സ്റ്റേറ്റ് എന്നതിന്റെ ഭാഗമായ KHNA ഫ്ലോറിഡ അവതരിപ്പിച്ച ശംഖുലി പരിപാടി ഭംഗിയായി കൊണ്ടാടി. സൺഷൈൻ സ്റ്റേറ്റിൽ നിന്നും വിവിധ ടാലന്റഡ് ആർട്ടിസ്റ്റ് നടത്തിയ ടാലന്റ് ഷോ നമുക്കൊക്കെ ഒന്ന് കണ്ടുനോക്കാം. ഇതിന്റെ പ്രസന്റർ സുനി M ആയിരുന്നു. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗോപൻ നായർ, KHNA ഫ്ലോറിഡ റീജിയനിലെ RVP. KHNA ഫ്ലോറിഡയുടെ ഇന്നത്തെ നമ്മുടെ ശംഖുലി പ്രോഗ്രാമിലേക്ക് അതിഥികളെ സ്വാഗതം ചെയ്യുക, ആശംസിക്കുക, അതാണ് എൻ്റെ ഇന്നത്തെ ചുമതല. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെയുള്ള ഒരു മീറ്റിങ്ങിന് ഔപചാരികതകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത്തരം കൂട്ടായ്മകള് ശരിക്കും ഒരു ലോക്കൽ ടീമിനെ കുറച്ചും കൂടെ അടുത്ത് പരിചയപ്പെടാൻ, പലപ്പോഴും നമ്മളിങ്ങനെ ഒരു വലിയ കമ്മ്യൂണിറ്റി ആയിട്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതത് ചെറിയ ചെറിയ പോക്കറ്റുകളിലേക്ക് പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ ഒന്നും പലപ്പോഴും എത്തിപ്പെടാൻ പറ്റാറില്ല. നിങ്ങളോട് ഓരോരുത്തരോടും ഇൻഡിവിജ്വലി സംസാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിന്റെ പ്രത്യേകതകള് വലിയ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുക. അതാണ് സത്യത്തിൽ ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം. KHNA പ്രസിഡന്റ് ഡോക്ടർ നിഷ പിള്ളയുടെ നേതൃത്വത്തിൽ യോഗ ആൻഡ് ക്ലാസിക്കൽ മ്യൂസിക് ഫോർ എ ബെറ്റർ ലൈഫ് എന്നൊരു വാല്യുബിൾ സെഷൻ നടത്തി. ഈ പരിപാടി വെൽക്കം ചെയ്തത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ശ്രീജിത്ത് ശ്രീനിവാസനാണ്. ചീഫ് ഗസ്റ്റ് സിജി മറോളി ആയിരുന്നു. സിജി ഒരു സർട്ടിഫൈഡ് മ്യൂസിക് തെറപ്പിസ്റ്റ്, യോഗ ട്രെയിനർ ആൻഡ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് പ്രാക്ടീഷണറുമാണ്. സിജി ബാംഗ്ലൂരിലെ ഗീതാഞ്ജലി അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ ഇൻ ബാംഗ്ലൂരിന്റെ ഫൗണ്ടറും കൂടിയാണ്. ഈ പരിപാടിയുടെ പ്രസന്റർ അനുരാധ മനോജ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനുരാധ മനോജ്. I am speaking to you all from Orlando. Good morning to everyone in the US and good evening to everyone who's joined us on this auspicious day from all other locations. I am happy to be your host today for this special seminar. അപ്പൊ അതിൽ ആദ്യം തന്നെ എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഷിജി മറോളിയാണ്. അവര് ബാംഗ്ലൂരിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. KHNAയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ നാട്ടിലിപ്പം 8-9 മണിയാണ്. എന്നിട്ടും ഇത്രയും തിരക്കുകളുടെ ഇടയിൽ കൂടെയും നമ്മുടെ ഈ പരിപാടിയിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നു. ഭാരതീയ ശാസ്ത്രങ്ങളിൽ നമ്മുടെ ജീവിതത്തെ അന്വർത്ഥമാക്കാൻ, അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഈ ജീവിതം ജീവിച്ചു തീർക്കാനുള്ള എല്ലാ ശാസ്ത്ര ശാഖകളും നമ്മളിലേക്ക് ഉണ്ട്. പക്ഷെ അതൊക്കെ പഠിക്കാനുള്ള ഭാഗ്യം എല്ലാവരിലേക്കും എത്തുന്നില്ല. ഒരു ഇൻ ബിറ്റ്വീൻ ഒരു ജനറേഷനിൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അതൊക്കെ കുറച്ച് പഠിക്കാൻ അവസരം കിട്ടിയ ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ. എല്ലാ KHNA കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്രിയമുള്ള KHNA കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. സദ്ഗമയ TVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുടെ 1000 പൂക്കളവുമായി ഈ വർഷത്തെ ഓണക്കാലവും വന്നു. സദ്ഗമയ TVയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. KHNAയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഓണാശംസകൾ. സദ്ഗമയ TVയുടെ എല്ലാ പ്രേക്ഷകർക്കും KHNA കുടുംബാംഗങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ. എല്ലാ KHNA കുടുംബാംഗങ്ങൾക്കും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ഓണാശംസകൾ. എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. KHNAയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നിറവിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. സദ്ഗമയ TV പവർഡ് ബൈ KHNA പ്രേക്ഷകർക്കും കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാ നോർത്ത് അമേരിക്കൻ മലയാളികൾക്കും സദ്ഗമയ TVയുടെ ഓണാശംസകൾ. ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണാശംസകൾ. സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും ഈ ആഘോഷവേളയിൽ എല്ലാവർക്കും നന്മ. ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമസ്തേ. സദ്ഗമയ TVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. സ്വാമി ശരണം.
We are conveying our best wishes to Kerala Hindus of North America for auspicious Onam. അത്തച്ചമയത്തിന്റെ നാടായ തൃപ്പൂണിത്തുറയിൽ നിന്നും എല്ലാ KHNA കുടുംബാംഗങ്ങൾക്കും ആഹ്ലാദകരമായ ഒരു പൊന്നോണം നേർന്നുകൊള്ളട്ടെ. എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണത്തിന്റെ 1000 ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു. നമസ്കാരം. ഞങ്ങളുടെ ഹൃദയപൂർവമായ ഓണാശംസകൾ നിങ്ങൾക്കെല്ലാവർക്കും. ഓണ ആശംസകൾ. സദ്ഗമയ ടിവിയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്നും എല്ലാവരുടെ കൂടെ ഉണ്ടാവട്ടെ. ഞാൻ ന്യൂജേഴ്സിയിൽ നിന്നും വിനീത്. നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നമസ്കാരം. KHNA സദ്ഗമയ ടിവിയുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.